സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ വൈഭവ് സൂര്യവംശി. ബംഗളൂരുവിനെതിരെ ഗുവാഹത്തിയിലെ ആ ഇന്നിംഗ്സിന് ശേഷം വീരേന്ദർ സേവാഗ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. സമീപകാലത്ത് വീരുവിനെയും വൈഭവിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ഒരു പതിവാക്കിയിട്ടുണ്ട് ആരാധകർ. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊക്കെ അറിയാൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കണം. ഇന്നലെ ഗുവാഹത്തിയുടെ സ്റ്റാൻഡിംഗ് ഒവേഷൻ ഏറ്റുവാങ്ങി 9ാം ഓവറിൽ വൈഭവ് മടങ്ങുമ്പോൾ ജോഷ് ഹേസൽവുഡ് മൈതാനത്ത് നിരാശനായി നിൽപ്പുണ്ട്. ആ ക്യാച്ചിന് ശേഷം വിരാട് കോഹ്ലിക്ക് അമിതാഹ്ലാദമൊന്നും ഉണ്ടായിരുന്നില്ല. കളി കയ്യിൽ നിന്ന് പോയ മട്ടാണ്. രാജസ്ഥാൻ പവർ പ്ലേ അവസാനിപ്പിച്ചത് 3 അക്കത്തിന് 3 റൺസ് അകലെയാണെന്ന് ഓർക്കണം. പവർ പ്ലേയിൽ അവർ അടിച്ചുകൂട്ടിയ 97-ൽ പകുതിയിലേറെയും പിറന്നത് വൈഭവിന്റെ ബാറ്റിൽ നിന്നാണ്. വൈഭവ് പുറത്താകുന്ന സമയത്ത് 129 റൺസ് രാജസ്ഥാൻ സ്കോർ ബോർഡിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും വെറും 49 പന്തുകളിൽ നിന്ന്. 202 റൺസ് T20യിൽ ഒരു മികച്ച സ്കോറാണ്. 10 മുകളിൽ റൺ റേറ്റ് വേണം അത് ചേസ് ചെയ്ത് പൂർത്തിയാക്കാൻ. എന്നാൽ 9ാം ഓവർ അവസാനിക്കുമ്പോൾ രാജസ്ഥാന്റെ റിക്വയർ റൺ റേറ്റ് 6.36 കുത്തനെ ചുരുങ്ങി. കഴിഞ്ഞയാഴ്ച ഇതേ ഗുവാഹത്തിയിൽ ജസ്പ്രീത് ബുംറയെ തല്ലി പദം വരുത്തിയതിനു ശേഷം വൈഭവ് പറഞ്ഞു വെച്ച വർത്തമാനം ഓർമ്മയില്ലേ? മുന്നിൽ വരുന്ന ബൗളർ ആരാണെന്ന കാര്യം എൻ്റെ പരിഗണനാ വിഷയമേ അല്ല, പന്തിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ. നീണ്ടയൊരു ഇടവേളയ്ക്ക് ശേഷം ജോഷ് ഹേസൽവുഡ് RCBയുടെ കുപ്പായത്തിൽ കളത്തിലിറങ്ങുന്നു. പവർ പ്ലേ സ്പെഷ്യലിസ്റ്റുകൾ ഏറെയുള്ള RCB നിരയിൽ ജേക്കബ് ഡഫി ഇന്നലെ പുറത്തായിരുന്നു. ഹേസൽവുഡ് വരുമ്പോൾ അയാൾ റീപ്ലേസ് ചെയ്യപ്പെടും എന്നത് സ്വാഭാവികമാണല്ലോ. വൈഭവ് സൂര്യവംശി കരിയറിൽ ആദ്യമായാണ് ഹേസൽവുഡിനെ നേരിടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കൊലകൊമ്പന്മാർ പലരെയും അന്താരാഷ്ട്ര വേദികളിൽ വിറപ്പിച്ച ഹേസൽവുഡിനെ നേരിടാനൊരുങ്ങുമ്പോൾ ആ 15-കാരൻ്റെ മനസ്സിൽ എന്തൊക്കെയാവും മിന്നിമറഞ്ഞിട്ടുണ്ടാവുക? പ്രത്യേകിച്ചൊന്നുമില്ല. പന്ത് വാച്ച് ചെയ്യുക, അടിച്ചതിർത്തിയിലിടുക. ജയ്സ്വാളിനെ നേരത്തെ വീഴ്ത്തി രാജസ്ഥാന്റെ ഫയർ ഓപ്പണിംഗ് കോംബോയെ പൊളിച്ച കോൺഫിഡൻസിലാണ് ഹേസൽവുഡ് വൈഭവിനെതിരെ പന്തെടുത്തത്. രാജസ്ഥാൻ ഇന്നിംഗ്സിൽ 4ാം ഓവറിലെ 3ാം പന്ത് ഓഫ് സൈഡിലേക്ക് വന്നൊരു ഹാർഡ് ലെഗ് ഡെലിവറി. ബാക്ക് ഫുട്ടിൽ വൈഭവ് മനോഹരമായി കട്ട് ചെയ്ത് അതിനെ ഫൈൻ ലെഗിലൂടെ അതിർത്തിയിലേക്ക് പായിച്ചു. 4ാം പന്ത് ലോങ് ഓണിലൂടെ ബൗണ്ടറിയിലേക്ക്. 5ാം പന്ത് കവറിലൂടെ വീണ്ടും ബൗണ്ടറി റോപ്പ് തൊട്ടു. ആ ഓവറിലെ അവസാന പന്ത് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു. ഡീപ് സ്ക്വയർ ലെഗിലൂടെ വൈഭവ് അതിനെ അതിർത്തിയിലെത്തിച്ചു. ഹേസൽവുഡ് നിരായുധനായി. തുടരെ 4 തവണ പന്ത് അതിർത്തി കടന്നു. ആ ഓവറിൽ ഓസീസ് പേസർ ആകെ വഴങ്ങിയത് 19 റൺസാണ്. അതിൽ 18 പറഞ്ഞത് വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന്. അടുത്ത ഓവറിൽ പന്തെടുത്തത് ഭുവി. പോയ സീസണിൽ ഭുവനേശ്വർ വൈഭവിൻ്റെ മിഡിൽ സ്റ്റംപ് ഇളക്കിയ ഓർമ്മ RCB ആരാധകരുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു കാണും. അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ്. അതിനുശേഷം ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു? ആദ്യ ഓവറിൽ ഭുവനേശ്വറിനെ ഓൾറെഡി 2 തവണ ബൗണ്ടറി പായിച്ച് കഴിഞ്ഞിട്ടുണ്ട് വൈഭവ്. ഇക്കുറി വൈഭവ് അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടത് ഭുവിയെ തുടർച്ചയായി 2 തവണ ഗാലറിയിലേക്ക് പറത്തിയാണ്. 5ാം ഓവറിലെ 2ാം പന്ത് ലോങ് ഓണിന് മുകളിലൂടെ ഒരു സിക്സർ. തൊട്ടടുത്ത പന്തിനെ ഫൈൻ ലെഗിലേക്ക് അടിച്ചുയർത്തി വൈഭവ്. ഫിൽസാൾ ബൗണ്ടറി ലൈന് തൊട്ടരികിലുണ്ടായിരുന്നു. അയാളെ പന്ത് ക്യാച്ച് ചെയ്തു. പക്ഷേ സോൾട്ടും പന്തും അതിർത്തി കടന്നു. 15-50 എഗെയിൻ. സീസണിൽ വൈഭവിൻ്റെ 2ാം അർദ്ധ സെഞ്ചുറി. 2നും വേണ്ടി അയാൾ എടുത്തത് വെറും 15 പന്തുകൾ. 8ാം ഓവറിൽ ടിം ഡേവിഡും വൈഭവിൻ്റെ ബാറ്റിൻ്റെ ചൂട് ആവോളം അറിഞ്ഞു. ആ ഓവറിൽ വൈഭവ് വായിച്ചത് 2 സിക്സറുകൾ. 9ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ വെറും 26 പന്തിൽ വൈഭവ് രാജസ്ഥാൻ സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 78 റൺസ്. 8-4 7 സിക്സർ. ബാറ്റ് വീശിയത് 300 സ്ട്രൈക്ക് റേറ്റിൽ. ഇതെന്തിൻ്റെ കുഞ്ഞാണാവോ എന്ന് RCB ആരാധകർ ഉള്ളിൽ ചോദിച്ചു കാണും. ഭുവനേശ്വർ കുമാറിന് മാത്രം വൈഭവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 26 റൺസാണ്. ഹേസൽവുഡിന് 18. ആകെ അടിച്ചെടുത്ത 78-ൽ 74 റൺസും പറഞ്ഞത് ബൗണ്ടറികളിലൂടെ മാത്രം. ആ ഇന്നിംഗ്സിൽ ആകെ ഓടിയെടുത്തത് 4 സിംഗിളുകൾ. IPL-ൽ 3 തവണ വൈഭവ് 18-ന് താഴെ പന്തുകളിൽ അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഒരാൾക്കും അങ്ങനെ ഒരു റെക്കോർഡില്ല. പവർ പ്ലേയിൽ ഈ സീസണിൽ മാത്രം വൈഭവ് 2 തവണ തൻ്റെ ഇൻഡിവിജ്വൽ സ്കോർ 50 കടത്തിയിട്ടുണ്ട്. T20 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ രോഹിത് ശർമ്മ IPL-ൽ പവർ പ്ലേയിൽ 50 കുറിച്ചത് തൻ്റെ 38ാം വയസ്സിലാണ്. അതായത് ഈ സീസണിൽ. വൈഭവ് തൻ്റെ 15ാം വയസ്സിൽ 3 തവണ ആ നാഴികക്കല്ലിൽ തൊട്ട് കഴിഞ്ഞു. ധ്രുവ് ജുറയിലും വൈഭവും ചേർന്ന് 2ാം വിക്കറ്റിൽ രാജസ്ഥാൻ സ്കോർ ബോർഡിൽ ചേർത്തത് 108 റൺസാണ്. അതും വെറും 37 പന്തിൽ. 17.51 റൺ റേറ്റിലാണ് ഈ ജോഡി സ്കോർ ശരവേഗത്തിൽ ഉയർത്തിയത്. റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ IPL ഹിസ്റ്ററിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റായ 2ാമത്തെ സെഞ്ചുറി കൂട്ടുകെട്ട്. 300 സ്ട്രൈക്ക് റേറ്റിൽ 3 50+ സ്കോറുകളാണ് T20യിൽ വൈഭവിൻ്റെ പേരിലുള്ളത്. ഹീറോൺ പൊള്ളാട്ട് മാത്രമാണ് ഈ സ്ട്രൈക്ക് റേറ്റിൽ ഇതിൽ കൂടുതൽ 50കളുള്ള ഏകതാരം. പവർ പ്ലേയിൽ രാജസ്ഥാൻ സ്കോർ ചെയ്ത 97 റൺസ് IPL ഹിസ്റ്ററിയിലെ അവരുടെ ഹയസ്റ്റ് പവർ പ്ലേ സ്കോറാണ്. ഇതൊക്കെ സംഭവിച്ചത് വൈഭവിൻ്റെ എൻട്രിക്ക് ശേഷമാണ് എന്നോർക്കണം. മത്സരത്തിന് ശേഷം ധ്രുവ് ജുറയിൽ വൈഭവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: അവനെ വാച്ച് ചെയ്യുമ്പോൾ
എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനാകില്ല. എങ്ങനെയാണ് അവൻ ഈ പന്തുകളെ അടിച്ചുയർത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇതേ വിക്കറ്റിലാണ് ഞാനും ബാറ്റ് ചെയ്യുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഹീസ് എ ഗ്രേറ്റ് ടാലൻറ്റ്. IPL 4 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 4ൽ 4ഉം ജയിച്ച് രാജസ്ഥാൻ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്താണ്. 4 മത്സരങ്ങളിൽ നിന്ന് 200 റൺ സ്കോർ ചെയ്ത് കഴിഞ്ഞ വൈഭവിൻ്റെ തലയിലാണ് ഓറഞ്ച് ക്യാമ്പ്. അത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം 9 വിക്കറ്റുകൾ പോക്കറ്റിലാക്കി കഴിഞ്ഞ രവി ബിഷ്ണോയിയാണ് വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമൻ. റൺ വേട്ടക്കാരിലെ ആദ്യ 3 സ്ഥാനക്കാർ രാജസ്ഥാൻ താരങ്ങൾ. ജയ്സ്വാൾ 4 മത്സരങ്ങളിൽ നിന്ന് സ്കോർ ചെയ്തത് 183 റൺസ്. ജുറേലാകട്ടെ 176. സഞ്ജുവില്ലാത്ത രാജസ്ഥാനെക്കുറിച്ച് ആശങ്കപ്പെട്ടവരൊക്കെ കൺതുറന്ന് കാണട്ടെ, രാജസ്ഥാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്.